നമ്മളെ ഫാമിലിയാണിത്. ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക് നമ്മൾ സാധാരണക്കാരാണല്ലോ ഇവരെല്ലാവരും, ഞാനും ഒക്കെ സാധാരണക്കാര ഒരു വിഷയമാണിത്. അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത്. കാരണം ഓരോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദയവ് ചെയ്തിട്ട് ഓരോ വാക്കാല് ഒന്നിലും പ്രവർത്തിയാലോ ഒന്നും വിഷമിപ്പിക്കരുത്. നിലവിൽ ഇപ്പോൾ ഒരുപാട് പേര് അർജുനൻ്റെ സഹോദരിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിത് ഇങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കുറേ ആളുകൾ അർജുനൻ്റെ സിസ്റ്റർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അർജുൻ്റെ സിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്നും അത്തരത്തിൽ വളരെ മോശമായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. യഥാർത്ഥത്തിൽ മനാഫ് ഇവിടെ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇതാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് തോന്നുന്ന രീതിയിലൊക്കെ പലതും വിളിച്ചു പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ആ കുടുംബത്തിൻ്റെ ആ ഒരു അമ്മയുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ആ അമ്മ യഥാർത്ഥത്തിൽ ആ അമ്മ ഒരു അപസ്മാര രോഗി പോലും ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയ്ക്ക് ഇത്തരം ഒരു അവസ്ഥയിൽ പലരും തോന്നുന്ന പോലെ യൂട്യൂബിൽ ഈ അർജുൻ്റെ സിസ്റ്റർക്കെതിരെയൊക്കെ ഈ ഒരു സമയത്ത് തിരിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മനോവിഷമം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തോന്നുന്ന പോലെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വിഷമം എത്രമാത്രം ഉണ്ട് നമ്മൾ അറിയണം. കാരണം ഇത്തരത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മനാഫ് ഒരുപാട് പ്രയാസപ്പെട്ട് അതിന് എതിരെ പിറകെ പോയെങ്കിലും അതുപോലെ തന്നെ ഈ അർജുൻ്റെ സിസ്റ്ററും ഇതേപോലെ ഇതിൻ്റെ പിറകെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പ്രധാന കാരണം മറ്റൊന്നും കൊണ്ടല്ല. കാരണം അർജുൻ്റെ സിസ്റ്റർ യഥാർത്ഥത്തിൽ ഒരു ടീച്ചറാണ്. യഥാർത്ഥത്തിൽ മാത്രമല്ല ആ ഒരു ടീച്ചറാവുമ്പോൾ ആ ഒരു ടീച്ചറുടെ ക്വാളിറ്റിയിൽ ഒക്കെയാണ് എപ്പോഴും സംസാരിക്കുക. ഇപ്പം നിലവിൽ അവൾ വർക്ക് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലാണ്. അങ്ങനെ ഈ ബാങ്ക് ഓഫ് ബറോഡയിൽ ഇരുന്നു കൊണ്ട് ഈ അർജുന മിസ്സായ സമയത്ത് ഒരുപാട് ബന്ധങ്ങൾ ലൂടെ പല കണക്ഷൻസിലൂടെയും വിളിച്ചുകൊണ്ട് ആ ഒരു പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്സിലേക്കൊക്കെ ഒരുപാട് കണക്ഷനിലേക്കൊക്കെ വിളിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡ്രെഡ്ജർ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ അർജുൻ്റെ സിസ്റ്ററൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് ആളുകളെ ബന്ധപ്പെട്ടിട്ടും അതിനിടയ്ക്ക് തന്നെ അർജുൻ്റെ സിസ്റ്ററുടെ മകന് എന്തോ ഓപ്പറേഷനോ അത്തരത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമാണ് ആ കുടുംബം. കാരണം ഒരു പക്ഷേ അർജുൻ്റെ സിസ്റ്റർ പ്രത്യേകിച്ച് നല്ല വാക്ചാതുര്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ വീട്ടിലെ ഇത്തരം വിഷയത്തിൽ വളരെ വാക്ചാതുര്യത്തോടെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ, കാരണം തോന്നുന്ന രീതിയിൽ പല യൂട്യൂബേഴ്സും പലതും സംസാരിക്കുമ്പോഴേ ഏതൊരാളും അറിയാതെ ഇമോഷണലായി പോകും. ഇവിടെ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം അർജുൻ്റെ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നന്നായിട്ട് ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. അതേസമയം പലരും ചോദിക്കുന്നുണ്ട്, പലരും തോന്നുന്ന വിധത്തിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ കമൻ്റ് അടിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ അവിടെയൊക്കെ ആ അർജുൻ്റെ സിസ്റ്റർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അടിയിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇവൾക്കെന്ത് ഭർത്താവില്ലേ? ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അർജുൻ്റെ സിസ്റ്റർക്ക് ഭർത്താവ് ഉണ്ടാവും, പക്ഷേ ആ ഭർത്താവിന് ഇത്രമാത്രം വാക്ചാതുര്യത്തോടെയോ പക്വതയോടെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കെൽപ്പില്ലാത്തൊരു മനുഷ്യനാണ്. കാരണം ചില ആളുകൾ ഇൻട്രോവേർട്ടായിരിക്കും, ചില മനുഷ്യർ എക്സ്ട്രാ ഓവറായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ആ അർജുൻ്റെ കുടുംബത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഈ ഒരു സംഭവമൊക്കെ നടന്നതിന് ശേഷം, ഷിരൂരിൽ നടന്നതിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് ആ അർജുൻ്റെ കുട്ടിയോട് ലോറി എവിടെ ഇത്തരത്തിലൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മോശമായിക്കൊണ്ട് എന്താ പറയുക, കാണുന്നവർക്ക് പോലും വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ആ എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മോനെ നിൻ്റെ അച്ഛനെവിടെ, അച്ഛൻ്റെ ലോറി എവിടെ? ഇത്തരത്തിലൊക്കെ നോക്കൂ. എത്രമാത്രം നമ്മൾ ഈ യൂട്യൂബേഴ്സ് അതേപോലെ യൂട്യൂബിലും ഇത്തരത്തിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന സമയത്ത് ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്.
അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതേ ഒരു അവസ്ഥ നമുക്കും വരണം. കാരണം സ്വന്തം മകന് പെട്ടെന്ന് ഈ ഒരു ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടു പോവുക, മകനെ പെട്ടെന്ന് എന്തെന്നറിയില്ല, മകനെ കാണാതെ ഒരുപാട് ദിവസം ഈ തിരോധാനം ത്തിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിഷമമുണ്ടാവും. ആ കുട്ടി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചിട്ടുണ്ട് എന്ന്. ആ അച്ഛനെ കാത്തിരിക്കുന്ന മകനാണ്. ആ ശിരൂരിൽ നിന്ന് ആ ലാൻഡ് സ്ലൈഡിൽ നിന്ന് കിട്ടിയ ട്രക്കിൽ നിന്ന് അർജുൻ്റെ മകന് വേണ്ടിയിട്ട് അർജുന് വാങ്ങിയ ഒരുപാട് കളിപ്പാട്ടങ്ങൾ അതിലുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, മനാഫ് ഒരുപാട് കാര്യങ്ങൾ മനാഫും ചെയ്തിട്ടുണ്ട്. മനാഫും അതേപോലെ തന്നെ മനാഫ് എന്തുമാത്രം പണിയെടുത്തിട്ടുണ്ടോ അതുപോലെയൊക്കെ തന്നെ ആ വീട്ടിലിരുന്നു കൊണ്ട് അർജുൻ്റെ സിസ്റ്ററും അത്തരം കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവിടെ ഡ്രഡ്ജർ എത്തിയത് നമ്മൾ കണ്ടു, അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടു. കാരണം അതൊക്കെ യഥാർത്ഥത്തിൽ ഈ അവരുടെ സിസ്റ്ററെ, അതായത് അർജുൻ്റെ സിസ്റ്ററുടെ ബന്ധങ്ങളും കണക്ഷൻസുകളും വെച്ചുകൊണ്ട് ഒരുപാട് മേൽത്തലങ്ങളിലേക്ക് സംസാരിച്ചിട്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഡ്രഡ്ജർ എത്തിയിട്ടുള്ളത്. നമ്മൾ രാഷ്ട്രീയക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പിറകിൽ ഇങ്ങനെയും കുറേ സത്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മൾ വെറുതെ ഒരാളെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേ ആ അമ്മയും അച്ഛനൊക്കെ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടാവുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം മറ്റാരൊക്കെയോ പറയുന്നുണ്ട് അവർ ഈ അടുത്തിടായിട്ട് ഈ ഒരു സിറ്റുവേഷൻ സമയത്ത് ഒരു ബർത്ത്ഡേ ആഘോഷിച്ചു ഇത്തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ ഒരിക്കലും ആ കുടുംബത്തെ വേദനിപ്പിക്കരുത്. നമ്മൾ ഇന്നേ ദിവസം നമ്മളെ കേരളക്കരയിലുള്ള ഓരോരുത്തരും കൂടെ നിൽക്കേണ്ട സമയമാണിത്. ചില എന്താ പറയുക, ചെറ്റകളായിട്ടുള്ള ചില മനുഷ്യർ ചെയ്യുന്ന ചണ്ടിത്തരങ്ങൾ വേറെയുമുണ്ട്. അതായത് ഇത്തരം ഒരു വിഷയത്തിൽ മനാഫിനെ വീണ്ടും ക്രൂശിച്ചു കൊണ്ടിരിക്കുക. മനാഫ് ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മനാഫ് എന്താണെന്നും മനാഫ് ഏതാണെന്നൊക്കെ മനാഫ് തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പോലും നമ്മൾ മനസ്സിലാക്കണം, വളരെ സത്യസന്ധമായിട്ടാണ് ഈ ചെയ്യുന്നതെന്ന്. നമ്മൾ പലപ്പോഴും ചില മനുഷ്യരൊക്കെ വളരെ എത്ര സത്യസന്ധത കാണിച്ചാലും ചില മനുഷ്യരെ നമ്മൾ വിശ്വസിപ്പിക്കാൻ ഒരുപാട് പ്രയാസമാണ്. കാരണം അവർ സ്വയം മാറാത്തിടത്തോളം കാലം നമുക്ക് അവരെ മാറ്റാൻ കഴിയുകയില്ല എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഈ അർജുൻ്റെ അമ്മ ഇത്തരം ന്യൂസുകളൊക്കെ ടി വിയിൽ അതേപോലെ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ പലതും തോന്നിയത് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അത്തരത്തിലുള്ളൊരു പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു അപസ്മാരം അത്തരത്തിൽ ഒരു പേഷ്യൻ്റ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീണ്ടും ഇത് കാണുന്ന സമയത്ത് വീണ്ടും ആ അമ്മ വളരെ പ്രയാസത്തോടെ വളരെ അബ്നോർമലായി മാറുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ തോന്നുന്ന രീതിയിൽ പല കമൻറ്റുകൾ ഇടുക, തോന്നുന്ന വീഡിയോസുകൾ ഇടുക, നമുക്ക് റീച്ചും നമുക്ക് 4 ആളുകൾ നമ്മളെ ലൈക്ക് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മളെ ചിന്ത. നമ്മളൊരു കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാതെ തോന്നുന്ന ലെവലിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ വാക്കും അതേപോലെ നാക്കും എഴുത്തും ഒക്കെ ഒന്ന് സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക. തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതിയിട്ട് മറ്റുള്ളവരുടെ വിഷമത്തിൽ നമ്മൾ കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകരുത്. നമ്മൾ അവർക്ക് കട്ടക്ക് കൂടെ നിന്ന് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് വേണ്ടത്. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.